കേരളത്തെ ശരിക്കും പിടിച്ചുകുലുക്കിയ ഒരു കേസിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വാർത്തകളിലും ചർച്ചകളിലുമൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഈ കേസിലെ ഔദ്യോഗിക കോടതി വിധിയിൽ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? നമുക്ക് ഒരുമിച്ചതൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ കേസിന്റെ കാതലെന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഓടുന്ന ഒരു കാറിനുള്ളിൽ നടന്ന വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യം, അതിനു പിന്നിലുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഗൂഢാലോചന, പിന്നെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു നടൻ പ്രതിക്കൂട്ടിലായ ഒരു സാഹചര്യം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, കോടതി എന്താണ് കണ്ടെത്തിയത് എന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്ക് ആദ്യം തന്നെ നടന്ന ആ കുറ്റകൃത്യത്തിലേക്ക് വരാം. പ്രോസിക്യൂഷന്റെ വാദങ്ങളനുസരിച്ച് 2017 ഫെബ്രുവരി 17-ാം തീയതി രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്ത രേഖകൾ വെച്ച് നോക്കുമ്പോൾ സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ ഏകദേശം ഇങ്ങനെയാണ്. രാത്രി 7:45 സ്വന്തം വണ്ടിയിൽ യാത്ര തുടങ്ങിയ നടിയെ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് അത്താണിയിൽ വെച്ച് ഒരു ഫേക്ക് ആക്സിഡന്റ് ഉണ്ടാക്കി തടഞ്ഞു നിർത്തുന്നു. അതിനുശേഷം അടുത്ത 1.5 മണിക്കൂറോളം ഓടുന്ന വണ്ടിയിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഒടുവിൽ രാത്രി ഏകദേശം 11 മണിയോടെ ഒരു സിനിമാ സംവിധായകന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിവിട്ടു. ഇതാണ് കേസിന്റെ ഒരു രൂപരേഖ. അപ്പോ പ്രോസിക്യൂഷൻ കേസിന്റെ ഒരു ചുരുക്കം ഇതാണ്. ഇതൊരു സാധാരണ തട്ടിക്കൊണ്ടുപോകൽ ആയിരുന്നില്ല. 1-ാം പ്രതിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നടിയുടെ കാറിലേക്ക് അതിക്രമിച്ച് കയറി അവരെ തട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ കൂട്ടബലാത്സംഗം ചെയ്തു. ഇതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യം. ഇനി നമുക്ക് ഈ കേസിന്റെ ഗൂഢാലോചന എന്ന ഭാഗത്തേക്ക് വരാം. പ്രോസിക്യൂഷൻ പറയുന്നത് ഈ കുറ്റകൃത്യം യാദൃശികമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ആരായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ? അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? പ്രോസിക്യൂഷന്റെ കേസനുസരിച്ച് ഈ ഗൂഢാലോചനയിലെ പ്രധാന കളിക്കാർ ഈ 2 പേരാണ്. ഒന്ന്, ഈ ക്രൂരകൃത്യം നേരിട്ട് നടത്തിയ സംഘത്തിന്റെ തലവനായ 1-ാം പ്രതി സുനിൽ NS, അതായത് പൾസർ സുനി. 2, ഇതിനെല്ലാം പിന്നിലെ സൂത്രധാരൻ എന്നാരോപിക്കപ്പെട്ട 8-ാം പ്രതി നടൻ ദിലീപ്. അപ്പോ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഗൂഢാലോചന? പ്രോസിക്യൂഷൻ ഇതിന് കാരണമായി മുന്നോട്ട് വെച്ചത് വ്യക്തിപരവും തൊഴിൽപരവുമായ പ്രതികാരമാണ്. അതായത് 8-ാം പ്രതിയും നടിയും തമ്മിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ നടിയുടെ കരിയർ തന്നെ ഇല്ലാതാക്കാൻ പ്രതി പലതവണ ശ്രമിച്ചിരുന്നു. ഇതാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ മോട്ടീവ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. പ്രോസിക്യൂഷൻ പറയുന്ന ഗൂഢാലോചനയുടെ ഒരു ബ്ലൂ പ്രിന്റ് വളരെ ലളിതമാണ്. 8-ാം പ്രതിക്ക് നടിയോട് വൈരാഗ്യം, അത് തീർക്കാൻ 1-ാം പ്രതിക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തു. എന്തായിരുന്നു കൊട്ടേഷൻ? നടിയെ അപമാനിക്കാനായി അവരുടെ മോശം ദൃശ്യങ്ങൾ പകർത്തുക. ഇതിന് പ്രതിഫലമായി 1.5 കോടി രൂപയും വാഗ്ദാനം ചെയ്തു. ഈയൊരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി 17-ന് ആ ആക്രമണം നടന്നത്. ഇതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ച ഗൂഢാലോചന സിദ്ധാന്തം. വർഷങ്ങൾ നീണ്ട വിചാരണ, 100 കണക്കിന് സാക്ഷികൾ, 1000കണക്കിന് പേജുകളുള്ള തെളിവുകൾ, ഇതിനെല്ലാം ശേഷം സെഷൻസ് കോടതി എന്ത് തീരുമാനമാണെടുത്തത്? നമുക്ക് ആ നിർണായക വിധിയിലേക്ക് കടക്കാം. അതെ, ഇത്രയും സങ്കീർണമായൊരു കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളും പ്രതിഭാഗത്തിന്റെ എതിർവാദങ്ങളുമെല്ലാം പരിഗണിച്ച് കോടതി എന്ത് തീർപ്പാണ് കൽപ്പിച്ചത്? എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരുന്നു? ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ വിധിന്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജാണ്. ഓരോ പ്രതിയുടെയും പേരിന് നേരെ അവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കോടതി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ കുറച്ച് സങ്കീർണമായി തോന്നാമെങ്കിലും ഇതിന്റെ രത്നച്ചുരുക്കം എന്താണെന്ന് നമുക്ക് അടുത്തതായി നോക്കാം. അപ്പോൾ ഇതാണ് ആ നിർണായകമായ പോയിന്റ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത, അതായത് തട്ടിക്കൊണ്ടുപോകലും ആക്രമണവും നടത്തിയ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട 7-ാം പ്രതി, 8-ാം പ്രതിയായ ദിലീപ്, 9-ാം പ്രതി, 15-ാം പ്രതി എന്നിവരെയെല്ലാം കോടതി വെറുതെ വിട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത്? കുറ്റകൃത്യം നടന്നു എന്ന് കോടതി തന്നെ സമ്മതിക്കുന്നു. എന്നിട്ടും ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെട്ടവർ എങ്ങനെ കുറ്റവിമുക്തരായി? ഇതിനു പിന്നിലെ നിയമപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഇവിടെ നമ്മൾ ക്രിമിനൽ നിയമത്തിലെ വളരെ അടിസ്ഥാനപരമായ ഒരു തത്വം മനസ്സിലാക്കണം. അതായത് ഒരു ക്രിമിനൽ കേസിൽ ഒരാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായും പ്രോസിക്യൂഷനാണ്. അതും വെറുതെ തെളിയിച്ചാൽ പോരാ, ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം ബിയോണ്ട് എ റീസണബിൾ ഡൗട്ട് എന്ന് പറയും, അങ്ങനെ തെളിയിക്കണം. സംശയം എത്ര വലുതാണെങ്കിലും അതുമാത്രം വെച്ച് ഒരാളെ ശിക്ഷിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല. ഈ വിധിന്യായത്തിന്റെ ഉള്ളടക്കം, അതായത് ഇൻഡെക്സ് പേജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രോസിക്യൂഷൻ നേരിട്ട വെല്ലുവിളി എത്ര വലുതായിരുന്നുവെന്ന്. ഗൂഢാലോചന മുതൽ വ്യാജരേഖ ചമയ്ക്കൽ വരെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംശയമില്ലാതെ തെളിയിക്കേണ്ടിയിരുന്നു. ഇതിലെ ഓരോ കണ്ണിയും ഒരുപോലെ ശക്തമായിരിക്കണം. ഒരെണ്ണം ദുർബലമായാൽ ആ ചങ്ങല മുഴുവൻ പൊട്ടും.
ഗൂഢാലോചന തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രോസിക്യൂഷന് മുന്നിലുണ്ടായിരുന്നത് ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. ഉദാഹരണത്തിന്, 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നതിന് നേരിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ? ജയിലിൽ നിന്ന് കിട്ടിയ ആ കത്ത് ഒരു പ്രധാന തെളിവായിരുന്നെങ്കിലും അത് ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടെഴുതിയതാണോ അതോ യഥാർത്ഥ ഗൂഢാലോചനയുടെ തെളിവാണോ എന്ന് കോടതിക്ക് ഉറപ്പിക്കാൻ സാധിച്ചില്ല. അതുപോലെ ഹോട്ടലുകളിലും സിനിമാ സെറ്റുകളിലും വെച്ച് നടന്ന കൂടിക്കാഴ്ചകൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന് സംശയമില്ലാതെ സ്ഥാപിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അപ്പോ ഈ വിധിയുടെ കാതൽ ഇതാണ്: ആക്രമണം നടന്നു എന്ന് തെളിയിക്കുന്നത് ഒരു കാര്യമാണ്, എന്നാൽ ആ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടായിരുന്നുവെന്നും ആ ഗൂഢാലോചനയിൽ 8-ാം പ്രതിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നത് തികച്ചും മറ്റൊരു കാര്യമാണ്. ആ ഗൂഢാലോചന എന്ന ചങ്ങലയിലെ ഓരോ കണ്ണിയും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം കൂട്ടിയോജിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതാണ് ഈ വെറുതെ വിടലിന് കാരണമായതെന്ന് വിധിന്യായം വ്യക്തമാക്കുന്നു. അപ്പോ അവസാനം ഈ കേസ് നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു വശത്ത് വളരെ ശക്തമായ ആരോപണങ്ങളും പൊതുസമൂഹത്തിന്റെ സംശയങ്ങളും, മറുവശത്ത് സംശയത്തിനപ്പുറമുള്ള വ്യക്തമായ തെളിവുകൾ ആവശ്യപ്പെടുന്ന നമ്മുടെ നിയമവ്യവസ്ഥ. ഇവ രണ്ടും തമ്മിലുള്ള അതിർവരമ്പ് യഥാർത്ഥത്തിൽ എവിടെയാണ്? ഈ ചോദ്യത്തോടെ കോടതി രേഖകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഈ വിശകലനം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി.